എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ പുസ്തകം രജിത് കുമാർ ആർ എന്ന വ്യക്തി എഴുതിയതാണ്. ഇത് നമ്മളെ വളരെയധികം അത്ഭുതങ്ങളിലേക്ക്, വളരെ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കും. പക്ഷേ അത് വിശ്വസനീയമാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകും. ഈ പുസ്തകം മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ഇത് വേറെയും തമിഴ് ഭാഷയിലുണ്ട്. ഒരു യുഗപ്പുരയ്ക്ക് മുമ്പ് എന്നാണ് മലയാളത്തിൽ ഇത് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് ESP പാരാനോർമൽ ചാനൽ വഴിയാണ്. ബിജു സാറിൻ്റെ ESP പാരാനോർമൽ ചാനൽ വഴി ചാനൽ കാണാൻ എനിക്ക് അവസരം യാദൃച്ഛികമായാണ് അതും കണ്ടത്. അതിനോടനുബന്ധമായാണ് അതെൻ്റെ ജീവിതത്തിലെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ കൂടി കുറച്ച് ആശ്വാസം തരാനായിട്ട് ആ ചാനൽ എന്നെ വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെടുന്നിട്ടാണ് രജിത് ജിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. 5-6 കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പിസോഡുകൾ കൂടി അങ്ങേരുടെ ജീവിതത്തെക്കുറിച്ചും അതിൽ ശ്രീ മുരുകൻ ഭഗവാൻ രജിത് ജിക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെക്കുറിച്ചും ആ നിർദ്ദേശങ്ങളനുസരിച്ച് അങ്ങേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി മുരുക ഭഗവാന്റെ നിർദ്ദേശാനുസരണം ഉള്ള സ്ഥലങ്ങളിലെത്തി അവിടെ പൂജകൾ ചെയ്ത് അവിടുത്തെ എനർജി റിലീസ് ചെയ്ത് ലോകനന്മയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. മുരുക ഭഗവാനെ ഒരു ക്യാപ്റ്റനായിട്ടാണ് രജിത് ജി അറിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു സ്വാമിയുടെ രൂപത്തിലോ പ്രത്യേകമായ വേഷവിധാനങ്ങളോട് കൂടിയല്ല. പക്ഷേ മുരുക ഭഗവാൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോമാണ് ലയൺ മയൂര റോയൽ കിങ്ഡം. പളനിയിൽ ഉജ്ജയിൻ കാർത്തികേയ മഹായാഗം ഇന്ന് നടക്കുകയാണ്. ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് പെട്ടെന്നൊന്നും തന്നെയുള്ള ഒരു മുന്നൊരുക്കത്തോടെയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നത്. ആർക്കെങ്കിലും ഈ യാഗം കാണാനുള്ള ഇതുണ്ടെങ്കിൽ ESP പാരാനോർമൽ ചാനലിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്ക് വഴിയായിട്ട് ഈ മഹായാഗം കാണുവാനായിട്ട് സാധിക്കും. ഈ ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന് പറയുന്നത് ആദ്യം പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കാർത്തികേയൻ്റെ ശ്രീമുരുക ഭഗവാന്റെ കീഴിലുള്ളൊരു കിങ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കിങ്ഡം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഡഗാസ്കർ തൊട്ട് ഓസ്ട്രേലിയ വരെ ഇന്ത്യയുടെ സൗതേൺ ടിപ്പ് തൊട്ട് നീണ്ടു കിടക്കുന്ന ഒരു വൻകരയായിരുന്നു. അത് കടലിൽ മുങ്ങിപ്പോയി എന്നുള്ളതും ആ കുമരികാണ്ഡത്തിൻ്റെ വീണ്ടെടുപ്പാണ് ഈ യാത്രയുടെ തുടക്കമെന്നും ആ യാത്രയിൽ കൂടി യാത്രയിൽ പല യാഗങ്ങളും നടത്തേണ്ടി വരുമെന്നും പണ്ടത്തെ പല ചക്രവർത്തിമാരെയും നമ്മൾ സ്മരിക്കുകയും ബലി നൽകേണ്ടി വരുമെന്നുള്ള പ്രത്യേകമായ അറിവാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. ഉജ്ജയിനിൽ വെച്ച് നടക്കുന്ന ഓരോ യാഗം കഴിയുന്നതും ഇന്ത്യ മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി പഴനിയിൽ വെച്ചൊരു യാഗമുണ്ടായിരുന്നു. അതിൽ എനിക്കും എൻ്റെ കുറേ സുഹൃത്തുക്കൾക്കും പങ്കുചേരാനുള്ളൊരു അനുഗ്രഹം കിട്ടിയിരുന്നു. അപ്പോൾ ആ യാഗം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂണിലെത്തുന്നത്, ഓഗസ്റ്റ് 23-ാം തീയതി. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആരെങ്കിലും മധ്യപ്രദേശിൽ ഉജ്ജയിനിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇങ്ങനൊരു യാഗം നിങ്ങളുടെ പുണ്യഭൂമിയിൽ നടക്കുന്നുണ്ട്. ആ യാഗവുമായി ബന്ധപ്പെടുന്ന കുറച്ച് ഫോട്ടോകൾ ഞാൻ ഷെയർ ചെയ്യാനെടുത്തപ്പോഴാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് നിങ്ങളിലേക്ക് എൻ്റെ ചാനൽ വഴി എത്തിക്കാം എന്ന് കരുതിയത്. ഇത് ഇന്നലെ വൈകുന്നേരം നടന്ന യാഗത്തിൻ്റെയും ആരതിയുടെയും ആണ് ഇവിടെ കാണുന്നത്. അതെ, ഇത് ആരതിയാണ്. അവിടെ നടക്കുന്ന ആരതിയാണ്. നമുക്ക് കാണുവാനുള്ള ഒരു മഹാഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും ആ ഹോമകുണ്ഡത്തിൽ അർപ്പിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. ഇത് ഇന്ന് കിട്ടിയിരിക്കുന്ന ഇതാണ്. ഇന്ന് കിട്ടിയിരിക്കുന്ന
അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് തുടങ്ങുന്നതിന് അനുസരിച്ച് വരുന്ന ഒന്നാണെന്ന് കരുതുന്നു. ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്കാണ്. അപ്പോൾ ലൈവ് കാണാൻ ആഗ്രഹമുള്ളവർക്കത് കാണാം. കൂടുതൽ വിശേഷങ്ങൾ പിന്നീട് പറയുന്നതാണ്. നമസ്കാരം.